ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2.5 കിലോഗ്രാമിൻ്റെ കേക്കിൻ്റെ ബാറ്ററാണ് റെഡിയാക്കുന്നത്. അത് 2 കിലോയുടെയും ഒരു 1/2 kgയുടെയും കേക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml അളവ് കപ്പിലാണ് അളന്നിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പിയിലേക്ക് ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ, ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. ഇതിനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. മൈദയിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഒന്ന് അരിച്ചെടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഇനി ഇതിലേക്കുള്ള മുട്ട എടുക്കുന്നുണ്ട്. ഞാൻ 8 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുതായിട്ടുള്ള മുട്ട ആയതുകൊണ്ട് 8 എണ്ണം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 10 എണ്ണം ഒക്കെ എടുക്കണം. 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല, അല്ലാതെയും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് 2.5 കപ്പ് പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പോലെ ആക്കിയെടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ കളറൊക്കെ മാറി ഇതേപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ലോ സ്പീഡിലിട്ടിട്ട് ഇതൊന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ഓയിൽ ചേർത്തിട്ട് ഒരുപാടിട്ട് ഹൈ സ്പീഡിലൊന്നും ബീറ്റ് ചെയ്തെടുക്കരുത്, ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഓയിലൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയും ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ കുറേശ്ശെ ചേർത്തിട്ട് ലോ സ്പീഡിലാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഒന്നുകിൽ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ട് മിക്സാക്കി എടുത്താലും മതി. ഇടവിട്ട് കുറേശ്ശെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെള്ളം ചേർത്ത് കൊടുത്താലും നല്ല അടിപൊളിയായിട്ട് കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ലാസ്റ്റുള്ള ആ ഒരു മൈദ ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് അത് സ്പാച്ചില വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. 10 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നും അതുപോലെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നുമാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ ഒരു വലിയ കേക്ക് ടിന്ന് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ചെറുത് ഓവനില്ലാതെയും ചെയ്തെടുക്കുന്നുണ്ട്. ഓവൻ 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് വെച്ചിട്ട് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്നതിനും പ്രീഹീറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ഇത് വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ. ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ട് 2.5 കപ്പോളം വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കുന്നുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബട്ടർ സ്കോച്ച് സോസാണ് റെഡിയാക്കുന്നത്. 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ബട്ടർ ചേർക്കുന്നുണ്ട്. പഞ്ചസാര കരിച്ചെടുക്കാതെ ചെയ്യുന്ന ഒരു രീതിയാണിത്. അപ്പോൾ അല്ലാതെ വൈറ്റ് ഷുഗർ ആണെങ്കിൽ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ക്രീമും ബട്ടറും ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ബ്രൗൺ ഷുഗറിൽ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. നേരെ തന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/2 കപ്പ് ക്രീമും ഒരു 3-4 ടേബിൾ സ്പൂൺ ബട്ടറുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ലൂസാവും. അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്കുള്ള ബട്ടർ സ്കോച്ച് സോസ് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് ആ ക്രീമും അതുപോലെ അതിൽ ചേർത്തിട്ടുള്ള ബ്രൗൺ ഷുഗറും ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ വന്നു കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇത്രയും തിക്കായാൽ മതി. ഇതിൽ കൂടുതൽ തിക്കായി കഴിഞ്ഞാൽ പിന്നീട് തണുത്ത് പോകുമ്പോൾ കുറച്ചും കൂടെ കട്ടിയായി പോവും. അപ്പോൾ അങ്ങനെ വേണ്ട. ഇതുപോലെ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓവൻ ഇല്ലാതെ ചെയ്ത കേക്കാണ്. മുകൾ ഭാഗം ബ്രൗൺ ആകാതെ വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് നട്ട്സൊക്കെ ക്യാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു സോസ് ഇതുപോലെ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വാനില എസൻസും ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ തന്നെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ചെറിയ ചൂടോടെയാണുള്ളത്.
കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, സോസും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്ത കേക്ക് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർസ്കോച്ച് സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഒരുപാട് മഞ്ഞ കളർ വേണ്ട, കുറച്ച് മാത്രം ഒരു ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ വിപ്പിംഗ് ക്രീം ഉള്ളതുകൊണ്ടാണ് 2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടങ്ങ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്രീം നന്നായിട്ട് എല്ലായിടത്തേക്കും അങ്ങ് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള സോസ് ചേർത്ത് കൊടുക്കാം. ഈ സോസ് നന്നായിട്ട് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. പഞ്ചസാര ക്യാരമൽ ചെയ്തിട്ട് അതിലേക്ക് ക്രീമും ബട്ടറും ഒക്കെ ചേർത്തെടുക്കുന്ന ആ ഒരു ക്യാരമൽ സോസ് അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് സോസിൻ്റെ ഒക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിലർക്കൊക്കെ പഞ്ചസാര ക്യാരമൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോവും. അതേപോലെ കറക്റ്റായിട്ട് കിട്ടാത്തവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. സോസും അതുപോലെ പ്രളയനും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അടുത്ത പീസ് കേക്കും വെച്ച് കൊടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. എല്ലായിടത്തേക്കും വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, നേരെ തന്നെ ഫൈനലൈസിങ് കൂടെ അങ്ങ് ചെയ്തെടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് തോന്നുന്നത്. ക്രീമൊക്കെ മൊത്തത്തിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്ക്രാപ്പർ യൂസ് ചെയ്യാം. മുകളിലായിട്ട് ബട്ടർ സ്കോച്ച് സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സൈഡിലേക്ക് കൂടെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സോസൊക്കെ നന്നായിട്ട് തണുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒലിച്ചിട്ട് ആകെ കേക്ക് മൊത്തം കുളമായി പോവും. കേക്ക് നന്നായിട്ടൊന്ന് തണുത്തിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. 1/2 kg കേക്കും ഇതുപോലെ അങ്ങ് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിലൊക്കെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. മുകളിലായിട്ട് ക്യാരമൽ ചെയ്തിട്ടുള്ള നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഡെക്കറേഷനുമാണ്. കേക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്